അധികം പണിയെടുക്കാത്ത രീതിയിൽ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി അപ്പം ഞാനത് ഉണ്ടാക്കി നോക്കട്ടെ. ഇതാണ് പഴന്നൂർക്ക്. അങ്ങനെ 2 പഴം കൈ കിട്ടിയപ്പോൾ വേഗം അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ശർക്കര മതി കേട്ടോ. ശർക്കര ഞാൻ വേഗം വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടാ. ആ നേരം കൊണ്ട് നമ്മുടെ പഴം തൊലി ഉരിഞ്ഞെടുത്തു. ഇച്ചിരി വലിയ കഷ്ണം വേണമെന്നാണ് അവർ പറഞ്ഞത് കേട്ടോ. അങ്ങനെ ഞാൻ വലിയ കഷ്ണമാക്കി മുറിച്ചു വിട്ടാ. ഇതിലും ഭേദം മുറുക്കാത്തതായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് ഏലക്കയും പൊഴിച്ചിട്ട് നമ്മുടെ ശർക്കര പാനിയിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നന്നായി തിളച്ച് വരണം. അപ്പം നല്ല ഫ്ലേവറൊക്കെ നമ്മുടെ ശർക്കര പാനിയിലേക്ക് ഇറങ്ങണം കേട്ടോ. ആ നേരത്ത് നമ്മൾ നുറുക്കി വെച്ചേക്കണം പഴം ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇങ്ങനെയാണ് പഴം നുറുക്കുന്ന പേര് വന്നെന്ന് എനിക്ക് മനസ്സിലായിട്ടാ. ഇതിനി നന്നായി വെന്ത് വരണം. എനിക്കിത്തിരി ആവേശം കൂടുതലായതുകൊണ്ട് ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഇത് വെട്ടണ വരെ ഞാൻ നോക്കിക്കണം. അങ്ങനെ ഞാനിത് വെട്ടണ വരെ നോക്കുന്നു ഗെയ്സ്. അത് നന്നായി വെറ്റി വന്നപ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നി, ഇച്ചിരി നെയ്യ് ഒഴിച്ച് കഴിഞ്ഞാൽ ഇത്തിരി റിച്ച് ആവുമല്ലോ എന്ന്. അങ്ങനെ ഇനി റിച്ച് ആക്കാനായിട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു വിട്ടാൽ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇതിൻ്റെ കൂടെ നമ്മൾ പപ്പടത്തിൻ്റെ കൂടെയാണ് ഇത് കഴിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാനൊരു പപ്പടം എടുത്ത് ഇത് കഴിക്കാൻ വന്നിരുന്നപ്പോഴേക്കും എൻ്റെ പപ്പടമൊക്കെ ആരെങ്കിലും എടുത്തുകൊണ്ട് ഗെയ്സ്. അങ്ങനെ ഞാൻ ഉള്ള പപ്പടം വെച്ച് ആരെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.